വെൽക്കം ടു എജു വാലറ്റ്. +1 ഇംഗ്ലീഷ് പരീക്ഷയാണ് നാളെ. സോ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ എജു വാലറ്റ് ചാനലിലുണ്ട്. കുറേ ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ചുകൾ, അപ്രിസിയേഷൻസ്, അങ്ങനെ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ആയിട്ട് കുറേ ഉറപ്പുള്ള ചോദ്യങ്ങൾ നമ്മുടെ +1 ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എല്ലാതും ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെ പഠിക്കണം, അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. കുറേ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എജു വാലറ്റ് +1 ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്റർ, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, സെറാങ് ഓഫ് റാണ ഗഞ്ചി എജു വാലറ്റ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. അതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അത് പഠിച്ചു വെക്കുക. ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് +1 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 4 വരെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട 10 ചോദ്യങ്ങളാണ്. നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് ഇതെന്തായാലും പഠിച്ചിരിക്കണം. എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു 10 ചോദ്യമാണ് പറയണത്. ആദ്യം ക്യാരക്ടർ സ്കെച്ചുകളാണ്. ക്യാരക്ടർ സ്കെച്ച് മാഗി, ഗുപ്ത, മിസ്സസ് ക്ലിഫോർഡ്, സെറാങ് ഓഫ് റാണ ഗഞ്ചില ഹസൻ, അതുപോലെ യങ് സീഗളിന്റെ മദർ, ഇവരെ കുറിച്ചിട്ടൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് 6 മാർക്കിന് ചോദിക്കും. മാഗി, ഗുപ്ത, ഹസൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുണ്ടല്ലോ സീഗളിന്റെ മദർ, അതിലേതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് പുറമേ നിന്ന് ഒരു പോയിന്റ് തന്നിട്ട് അതിന്റെ അപ്രിസിയേഷൻ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റത്തെ 8 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു പോയിന്റ് നിങ്ങൾക്ക് തരും, അതിന് അപ്രിസിയേഷൻ എഴുതണം. അങ്ങനെ ഏത് പോയം വന്നാലും നിങ്ങൾക്ക് അപ്രിസിയേഷൻ എഴുതി 8 മാർക്ക് കിട്ടുന്ന, എങ്ങനെയാണ് ആ 8 മാർക്ക് കിട്ടുക, എങ്ങനെയാണ് എഴുതുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ വന്നൊരു വീഡിയോ ആണത് +1 ഇംഗ്ലീഷിലെ. അതായത് പുറമേ നിങ്ങൾക്ക് ഒരു പോയിന്റ് തന്നു, പക്ഷെ അതെന്താന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും എത്ര ടഫുള്ള പോയിന്റ് തന്നാലും എങ്ങനെ എഴുതാം, അതിൽ കുറച്ച് 4-5 ലൈൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഏത് പോയം വന്നാലും നിങ്ങൾക്ക് അതിന് 8 മാർക്ക് കിട്ടുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറയണ പോലെ അങ്ങോട്ട് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് 8 മാർക്ക് കൺഫേംഡ് ആണ്. താഴെ ആ വീഡിയോയുടെ താഴെ നിങ്ങളെ കമൻറ്റ്സ് വായിച്ചാൽ മനസ്സിലാവും അത് എത്ര പേർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അപ്പോൾ പുറമേ നിന്നുള്ളൊരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിക്കാൻ മറക്കണ്ട. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ പോയംസിന്റെ അപ്രിസിയേഷൻസ് പഠിച്ചു വെക്കുക. റെക്ക് ഓഫ് ടൈറ്റാനിക്, സൺറൈസസ് ഓൺ ദ ഹിൽ, ഡെത്ത് ദ ലെവലർ, ഇഫ്. ഇതിലെ ഡെത്ത് ദ ലെവലറും റെക്ക് ഓഫ് ടൈറ്റാനിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ പോയത്തിന്റെ ഒക്കെ അപ്രിസിയേഷൻസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു 2-3 പാരഗ്രാഫ് ആയിട്ടെങ്കിലും ഇതിന്റെ അപ്രിസിയേഷൻ പഠിക്കുക. കൂടാതെ ഇതിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസുകൾ നോക്കുക. ചെറിയ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ലൈവ് TV റിപ്പോർട്ട് പഠിച്ചു വെക്കണം. ലൈവ് TV റിപ്പോർട്ട് +1 ഇംഗ്ലീഷിൽ ഉറപ്പുള്ള ചോദ്യമാണ്. ലൈവ് TV റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എവിടുന്ന ചോദിക്കാന്ന് പറയാം. ചിലപ്പോൾ ട്രിപ്പ് ഓഫ് ലീഹോർല എന്നൊരു പാഠം നിങ്ങൾക്കുണ്ട്, ഒരു ബലൂണിൽ യാത്ര പോകുന്നത്. അപ്പം അത് യാത്ര ചെയ്യുന്ന സമയത്തുള്ള ലൈവ് TV റിപ്പോർട്ട്, യാത്ര ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിങ്ങൾ കൊടുക്കുന്ന ലൈവ് TV റിപ്പോർട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കാഡാവ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഒരു ദ്വീപിലേക്ക് പോകുന്നു, അവിടെ ആമകളൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നൊരു സംഭവമൊക്കെ പറയുന്നുണ്ട്. സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കാഡാവ്. ആ പാഠത്തിൽ നിങ്ങൾ അങ്ങോട്ട് പോയി, നിങ്ങൾ അവിടെ പോയിട്ട് ഈ ടേർട്ടിൽസ് കോളിങ് നിങ്ങൾ കണ്ടു, അതിനെക്കുറിച്ച് ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാം. ഓക്കെ, നെബുക്കളവ് എന്ന് പറയുന്ന ഗ്രാമം, അതുപോലെ കാടാവ് എന്ന് പറയുന്ന ഗ്രാമം അവിടെ എത്തുന്നു, അവിടുത്തെ ദ്വീപ് എത്തുന്നു, അവിടുത്തെ കാണുന്ന റിച്വൽസ്, ആചാരങ്ങളെ കുറിച്ചൊക്കെ ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാം. അതാണ് കൂടുതലും കണ്ടുള്ളത്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ട്രാവൽ എസ്സേ, നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോയി അവിടെ നിങ്ങൾ കണ്ട കാര്യങ്ങൾ ട്രാവൽ എസ്സേയും ചോദിക്കാറുണ്ട് കേട്ടോ. അതേപോലെ അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കാഡാവ് എന്ന് പറഞ്ഞ പാഠത്തിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആ ദ്വീപിലേക്ക് പോയി നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങൾ എസ്സേ പോലെയും ചോദിക്കാം. അപ്പോൾ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കാഡാവിൽ എന്തൊക്കെ നടന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രൊഫൈൽ എഴുതാനും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരാളുടെ പ്രൊഫൈലോ അയാളോട് ചോദിക്കുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തായാലും ഗാന്ധിജീനെ കുറിച്ചൊരു എസ്സേയോ ഒരു സ്പീച്ചോ പഠിച്ചു വെക്കുക.
ഗാന്ധിജിയുടെ സ്വപ്നം എന്തായിരുന്നു, ഇന്ത്യനെ കുറിച്ച് ഗാന്ധിജി പഠിപ്പിച്ച വാല്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെ ഗാന്ധിജീനെ ബേസ് ചെയ്തൊരു ചോദ്യം ചോദിക്കാം. അതുപോലെ ദുരന്തങ്ങളെ കുറിച്ച്, ഡിസാസ്റ്റേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യാം, നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന അപ്പോൾ ഫ്ലഡ് ആണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും സുനാമി ആണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ കൊറോണ, അങ്ങനെ ഏത് വേണമെങ്കിലും വരാം. ഒരു ഡിസാസ്റ്റർ തന്നിട്ട് അതെങ്ങനെ മാനേജ് ചെയ്യാം, അതിനെന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഒരു എസ്സേയോ സ്പീച്ചോ ചോദിക്കാം. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സെറാങ്ങിന്നോ ട്രിപ്പ് ഓഫ് ലീഹോറിലെന്നോ ആണ്. സെറാങ്ങിലെ കുറേ ആൾക്കാർക്ക് സ്മോൾ പോക്സ് വന്നിട്ട് കുറച്ച് പേര് മരിക്കുന്നു, കുറച്ച് പേർക്ക് സ്മോൾ പോക്സ് വന്നു. ഹസനാണ് സഹായിച്ചത്. അപ്പം അതിനെ ബേസ് ചെയ്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ട്രിപ്പ് ഓഫ് ലീഹോർല, ബലൂണിൽ കുറച്ച് പേര് യാത്ര ചെയ്തു തിരിച്ചെത്തി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. നിങ്ങൾക്കൊന്നും ഈ പാഠങ്ങൾ അറിയില്ല. ഇത് ഇപ്പോൾ പല പാഠങ്ങളും ആദ്യത്തെ യൂണിറ്റ് മുതൽ 4ാമത്തെ യൂണിറ്റ് വരെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒന്നും സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എല്ലാ പാഠത്തിൻ്റെ സ്റ്റോറി ഞാൻ പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് കാണാം, താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാ പാഠവും എന്താണെന്ന് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിരുന്ന ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഫ് ക്ലോസും എഡിറ്റിങ്ങും നോക്കി വയ്ക്കുക ഗ്രാമറിൽ നിന്ന്. ലെറ്ററും ഇമെയിലിൻ്റെ ഫോർമാറ്റുകൾ, പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് കൂടുതലും ലെറ്ററോ ഇമെയിലോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരം ചോദ്യങ്ങൾ +1 ഇംഗ്ലീഷിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 എണ്ണം ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്ത വീഡിയോസ് കാണാൻ മറക്കണ്ട. പിന്നെ സാധാരണ നമുക്കൊരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾക്കൊരു പാസേജ് തരാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറി, അതിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയം, ഇപ്പം ഡെത്ത് ദ ലെവലറാണ് അതിൽ നിന്ന് കൂടുതലും ചോദിക്കാറുള്ളത്. ഡെത്ത് ദ ലെവലർ തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗ്രാമർ സെക്ഷൻസിൽ എഡിറ്റിങ്, ഇഫ് ക്ലോസ് ഫില്ല് ചെയ്യാനൊക്കെയാണ് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് നേരെ കടുത്ത ക്യാരക്ടർ സ്കെച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ ഗുപ്ത, മാഗി, മിസസ് ക്ലിഫോർഡ്, സെറാങ്, AJ ക്രോണിൻ, സ്റ്റീഫൻ ഹോക്കിംഗ്, ഇവരെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് ടൈറ്റിൽ, ഇപ്പോൾ പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറയുന്ന പാഠം, അതിൻ്റെ ടൈറ്റിൽ, ഈ പാഠത്തിൻ്റെ പേരിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കാണുക, ഡ്രീംസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പോയം അപ്രിസിയേഷൻസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയത്തിൻ്റെ അപ്രിസിയേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ലൈവ് TV റിപ്പോർട്ട്, ട്രാവലേഴ്സ്, ഗാന്ധിജീനെ കുറിച്ചൊരു ചോദ്യം, ലെറ്ററോ ഒരു ഇമെയിലോ ചോദിക്കും. ഡിസാസ്റ്ററിനെ കുറിച്ചൊരു എസ്സേ, പുറമേ നിന്നൊരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ. ഇതൊക്കെയാണ് ഒരു +1 ഇംഗ്ലീഷിൽ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സിൻ്റെ ഒരു വീഡിയോ പോലെ ചെയ്യാം. പക്ഷെ ഓൾറെഡി ചെയ്തിട്ടുള്ളത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അത് ഓരോന്നായിട്ട് കാണാം. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടും അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലുള്ള വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ആൻസേഴ്സ് ആയി. ഇതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്